അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിന്ന് മലയപ്പൊതിക്ക് പോകണം. മലയപ്പൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ചെതലി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളിലേക്ക് ഒരു സ്ഥലമുണ്ട്. മലയപ്പൊതി എന്ന് പറഞ്ഞാൽ മലയപ്പൊതി മലയുടെ മേലെ വന്നിട്ട് ഒരു പുളിമരം ഉണ്ടായിരുന്നു. പുളിയുടെ അടുത്തൊരു ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ അവിടെ വന്നിട്ട് ആളുകൾ വന്ന് കോഴി അറുത്ത് പൂജ കഴിക്കും, അതുപോലെ ആടറുത്ത് പൂജ കഴിക്കും, അവിടെ എൻജോയ് ചെയ്ത് പോകും. അതാണ് അവിടുത്തെ പരിപാടി. പിന്നെ ആവശ്യത്തിന് കള്ള് കാര്യങ്ങളൊക്കെ കഴിക്കും, കൊണ്ടുവന്ന് കഴിക്കും. പിന്നെ അവിടെ കിട്ടും തോന്നും, അങ്ങനെയൊക്കെ മേടിച്ച് കഴിക്കും. അതൊക്കെയാണ് അതിൻ്റെ ഏകദേശം ഐതിഹ്യം. നമുക്ക് ഫുള്ളായിട്ട് അറിയില്ലെങ്കിൽ പോലും നമ്മൾ അറിയുന്ന രീതിയിൽ പറയാണ്. എന്നാൽ പിന്നെ നമുക്ക് അധികം താമസിക്കാതെ നമ്മൾ അവിടെ പോയിട്ട് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. എവിടെ ഒരു കയറ് വേണടാ, ഒരു കോഴിനെ കെട്ടാൻ എല്ലാം കോഴിനെ കെട്ടാൻ ചൂടിയില്ല. പറഞ്ഞിട്ട് കോഴിയെ കോഴിയെ കം 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 ദം 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 ബ്രോ ആന്തിട്ട് അയ്യോ വാങ്ങാൻ പോയി. എന്താടാ എന്താ നമ്മുടെ ബ്രൂണോ ആള് ഭയങ്കര സെറ്റായിട്ട് നിൽക്കുന്നു. പോടാ അവിടെ നിന്ന്. അപ്പൊ നമ്മള് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ഞായറാഴ്ചയാണ് ഒന്ന് മലയപ്പൊതിക്ക് നമ്മുടെ വേലാട്ടം ഗ്യാങ് പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് കോഴിനെ കൊടുത്തു വിടാന്ന് പറഞ്ഞിട്ട് നമ്മൾ കോഴിനെ ഇവിടെ നിർത്തിയതാണ് അവർക്ക് കൊടുക്കാനേ. നമ്മളും പോകണമെന്ന് ചോദിച്ചാൽ നമുക്ക് പോകാൻ എന്തായാലും പറ്റില്ല, കടയും പിന്നെ ക്ലാസ് ഉണ്ട്, അപ്പോൾ എല്ലാം കൂടി നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ മലയപ്പൊതി എന്തായാലും അടിച്ചു പൊളിക്കും. ചിലപ്പോൾ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഗ്യാപ്പ് നോക്കിയിട്ട് വെറുതെ പോകും. ഞാനും ജഗ്ഗും കൂടി പോകും. നോക്കാം, ചിലപ്പോഴേ പോകുള്ളൂ, പോകുന്ന ഉറപ്പ് വരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കോഴിയും കൂടി പോകാം. ആണെന്നോ ഇപ്പം അവരെവിടെയാണ് പറഞ്ഞിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ ചേട്ടായിമാരെ ഞങ്ങൾ മലയപ്പൊതി വന്ന് നമ്മുടെ ടീമുകളെ തപ്പി വന്നിരിക്കുന്നത്. ഒരാളിനെയും കാണാനില്ല. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന വഴിയാണ്. മുകളിൽ അമ്പലമുണ്ട്, എന്തായാലും അമ്പലം കാണണം എന്നുള്ള പരിപാടി പോവുകയാണ്. നമ്മുടെ ജഗ്ഗുവേട്ടൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. എടാ തൊപ്പിയിട്ടോ വെയിൽ. നടന്നോ? നീ എന്ത് വിചാരിച്ചു മലയപ്പൊതി പറ. മെല്ലെ പോട്ടാ, മെല്ലപ്പോ വീഴണ്ട. എന്തേ മതിയായാ കേട്ടോ? എനിക്ക് അവരെവിടെയാണെന്ന് വല്ല പെടുത്തൂല്ലല്ലോടാ. കാര്യം വരാനൊക്കെ പറഞ്ഞ് ചൂടാണോ മൂടാണോ ചോദിച്ചില്ലല്ലോ. അയ്യോ സാഹസമായിട്ട് നമ്മുടെ ജഗ്ഗോട്ടെ മെല്ലെ പോട്ടാ. തമാശ കളിച്ച് ചോടെത്തും. ഓ മെല്ലപ്പോ തമാശ കളിച്ച് പോലെ കേട്ടോ. ഓട്ടെ കേട്ടാ, മെല്ലെ പോയാൽ മതി. കാല് പിന്നെ പണി കിട്ടും. എൻ്റെ അമ്മച്ചിയെ വയ്യ. ഞങ്ങൾ മലയപ്പൊതിക്ക് വന്നിട്ട് നമ്മുടെ വേലാട്ടൻ ടീമിനെ തപ്പിക്കൊണ്ടിരിക്കുക. അവർ പിടുത്തമില്ല. നിൽക്കടാ. അയ്യോ നല്ലത്. അമ്മനെ അമ്മനെ കണ്ട ആരും പിടിച്ചിട്ട്
ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? പൂക്കട ചേർത്താ എന്തിനാ ഒട്ടിക്കേട് വരുത്തിന് വേണ്ടി? നല്ല സീനറിയാ. ചേട്ടായിമാരെ നമ്മൾ കാര്യമായിട്ട് മലയപ്പൊതിക്കൊക്കെ വന്നു. അവർ ചോട്ടിലാണോ മുകളിലാണോ എന്നുള്ള പിടുത്തം മാത്രമില്ല. അപ്പോൾ ഞങ്ങൾ മുകളിലൊക്കെ കയറിപ്പോയി. അയ്യോ ഇറങ്ങണം, നല്ല ഇറങ്ങും. മുകളിലൊക്കെ കയറി ഞങ്ങളിങ്ങോട്ട് വന്നു. നിറയെ ആളുകളിനെയൊക്കെ കണ്ടു, അവിടെ അടിച്ച് പൊളിച്ച് ഇരിക്കേണ്ട ആളുകൾ. പക്ഷേ ഇനിയിപ്പോൾ വിളിച്ചിട്ട് ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. മെല്ലെ ഇറങ്ങിപ്പോൾ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും ചോട്ടിക്ക് തന്നെ ഇറങ്ങുകയാണ്. ഇനി ഇറങ്ങിയിട്ട് മെല്ലെ പോടാ. ചോട്ടിക്ക് ഇറങ്ങിയിട്ട് പോയിട്ട് കണ്ടില്ല. ഞങ്ങൾ 2 ഐസ്ക്രീം കഴിച്ചിട്ട് മിണ്ടാണ്ട് പോകും. അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയാണ് നമ്മൾ ഇതിലല്ലേ മറ്റേ വന്നേ, ഇതിലേ പോ. അപ്പോൾ ഞങ്ങൾ മെല്ലെ ചോട്ടിക്ക് ഇറങ്ങുകയാണ് കേട്ടോ. വാ. ആ ശരി ഐസ്ക്രീം വേണ്ടെങ്കിൽ വേണ്ട, സംഭവം നടക്കുക. ഇവിടെ വിശന്നിട്ട് പാടില്ല, അവിടെ അയ്യോ പറഞ്ഞിട്ടിരിക്കണു. അപ്പോൾ ഐസ്ക്രീം വേണ്ടാന്ന് മെല്ലെ തടയാ, മെല്ലെ നോക്കിപ്പോ. ആ ശരി അച്ഛാ, എന്നാൽ പിന്നെ നോക്കിയിട്ട് നീ ഓടല്ലേ, മെല്ലെ വീഴല്ല, നന്നായി മെല്ലെ പോടാ. ചൂട് കാണുമ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി സീനറി സ്ഥലമാണ്. നല്ല വിശാലമായ അടിപൊളി മലയപ്പൊതി ദേവിൻ്റെ ഒരു ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്ര പറയാനറിയില്ലെങ്കിൽ പോലും ഇവിടെ ആളുകൾ നിറയെ വന്ന് പൂജ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആട് കോഴിയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ അറുത്ത്, അവിടെ നമ്മളിപ്പോൾ നേരത്തെ മുകളിൽ കണ്ടില്ലേ, അവിടെ അമ്പലം ആളുകൾ പൂജ കഴിക്കണം, അവിടെ വന്ന് പൂജയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. ജഗ്ഗുവിന് മുകളിൽ കയറി മതിയായിട്ടുണ്ട്. മെല്ലെ ചാടി ഓടല്ലേ, നടന്നോ. ശരി മെല്ലെ പോ, മെല്ലെ. നമ്മുടെ ജഗ്ഗു ആള് മതിയും കൊതിയായിട്ട് ആവും അറിയില്ലേ എന്ന് പറഞ്ഞ് വെയിലത്ത് മെല്ലെ വാ. അയ്യോ വയ്യ, മെല്ലെ നോക്കിയോ. ആളുകളൊക്കെ ഫുഡ് കഴിക്കുന്നു, എനിക്കാണെങ്കിൽ വിശന്നിട്ടും പാടില്ല. അപ്പോൾ അയ്യോ ഞങ്ങൾ മലയുടെ മുകളിലൊക്കെ കയറി വന്ന് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ പരിപാടിയാകുമ്പോഴേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കാമെന്ന് പറയുമ്പോൾ ഒരേട്ടൻ പറഞ്ഞ ഏട്ടാ അതിൻ്റെ ഉള്ളിൽ 40 പേരുണ്ട്, നോക്കിയിട്ട് പോകണം. എല്ലാം ഇങ്ങോട്ട് കയറിയതും കറക്റ്റായി കണ്ണിപ്പെട്ടു. ഇതാ ടീമുകൾ. കുപ്പിയും കോടാലിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ വേലാട്ടൻ. ആൾ മാന്യനായിട്ട് കടയിൽ വരവ് മാത്രമേ ഉള്ളൂ. കുപ്പിയിലൊക്കെ ഇരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. പുലിവാലെ ഇതാ ഒരു കുഞ്ഞിപ്പെണ്ണൊക്കെ ഉണ്ട്. കുഞ്ഞിച്ചക്കനാ ഇതാണ് പേരക്കുട്ടി. പേരക്കുട്ടിയാണ്. ഇതാണ് പേരക്കുട്ടി. അതെയാ. അപ്പൊ എല്ലാവരും കൂടി മലയപ്പൊതി അടിച്ചു പൊളിക്കാൻ വന്നാണ് ഈ പെണ്ണുകുട്ടി. ഒറ്റക്കറി ഇല്ല, ഞങ്ങൾ 12 മണിക്ക് വന്നതാ. ഒരു കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇവര്. ഇതെന്ത് കറിയാണത്? ആടാ പുലിവാലെ സംഭവം യാതൊരു രക്ഷയില്ല. ഓക്കെ അല്ല വേറൊരു കാര്യം, ഒരു തലക്കിന്ന് വിളമ്പി പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും കഴിക്കില്ല അല്ലേ? മുത്തത് പ്രസാദമാണ്. പച്ചരി ചോറ് നീ പറഞ്ഞ ഉപ്പില്ലാത്ത ചോറ് പറഞ്ഞില്ല, അതാണ് കേട്ടത്. ഉപ്പില്ലാത്ത ചോറ്. എല്ലാത്തിനും ടേസ്റ്റ് നോക്കട്ടെ, ഇത്തിരി എടുത്ത് നോക്കി വെറുതെ.
ശീലിപ്പിക്കല്ലേ പഠിപ്പിക്കല്ലേ ഒരു കയ്യിലും കൂടെ വന്നു ഇതിനെക്കുറിച്ച് കളിച്ചു അത് പിന്നെ കൂടെ തന്നെ അപ്പോൾ നമ്മൾ മലയപ്പൊതി എത്തിയിരിക്കുകയാണ്. ഇവിടെ ഗ്യാങ്ങുകളിലെല്ലാവരും കണ്ടു. കുറച്ച് പേര് നമുക്ക് നേരത്തെ പരിചയമുള്ളവരാണ്, കുറച്ച് പേരിനെ അറിയില്ല, ഇപ്പോൾ വന്നൊക്കെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ മലയപ്പത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞാൽ കാര്യമായിട്ട് അറിയില്ല. അതിന് മുകളിലൊക്കെ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ കണ്ടില്ല. അടിപൊളിയായിട്ട് അവിടെ പൂജ കഴിക്കുന്നത് കാര്യങ്ങൾ, അതുപോലെയുള്ള ആളുകൾ അടിച്ചു പൊളിച്ച് എൻജോയ് കള്ളുകൂടിയാണ് മെയിൻ. പിന്നെ ഇവിടെ ഒരു കിങ്ങിനെ അല്ല, ഇവിടെ ഒരു കിങ്ങിനെ എവിടെ വന്നാണ്. ഇവിടെ ഒരു പെൺകുട്ടിനെ ഞാൻ കണ്ടു, പെൺകുട്ടിനെ ഞാൻ കണ്ടു, അവിടെ നിന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ചാലിന് കിട്ടിയതാണ്, ചാലിന് കിട്ടിയാണ്. ചാലിന്ന് കിട്ടിയാണ് കഴിഞ്ഞപ്പോൾ ചാലിന് കിട്ടിയാണ് വലിയ കുഞ്ഞിപ്പന്നെ. അപ്പം കുറേ പേര് അവിടെ ഡാൻസ് കളിക്കുന്നു, പാട്ട് കളിക്കുന്നു, അടിച്ചു പൊളി. അപ്പം നമുക്കാണെങ്കിൽ കള്ളുകൂടി കാര്യങ്ങളറിയില്ല. ഒരു ബീർ കൈ തന്നിട്ട് കഴിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നില്ല. എന്തായാലും ടേസ്റ്റ് നോക്കാൻ പോണേ. നല്ലത് വെള്ളതാവും. രാവിലെ ഭക്ഷണം കഴിക്കാൻ വിശപ്പുണ്ട്, അതിന്റെ പേരിൽ നന്നായി തോന്നുന്നു. ഒന്നും ചെയ്യേണ്ട അവളോട് ഇരുന്നോട്ടെ. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. എല്ലാവരും ഇപ്പൊ കഴിച്ചു, ഞങ്ങൾ ഫുഡ് കഴിക്കാം. കുറച്ച് മതി. ഇതാണ് പ്രസാദം. നാടൻ കോഴിയും പ്രസാദം. നാടൻ കോഴിയും പച്ചരി നേതിയും. ഇതാണ് പ്രസാദം. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ആവുള്ളൂ, അല്ലാണ്ട് അപ്പഴേ ആവുള്ളൂ. എന്നിട്ട് വെളുപ്പിച്ചാവില്ല. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകാം. കഴിക്കുന്ന കുട്ടികളെ നോക്കിയിരുന്ന് ഞങ്ങളെ ഇതാ മാമനോ. അപ്പൊ കഴിക്കാം. എൻജോയ് പറയണത് അടിപൊളി എൻജോയ് ചെയ്യാം മലയപ്പൊതിക്ക് വന്നിട്ട്. നിക്കടാ എൻ്റെ അമ്മച്ചേ. വയ്യ എന്താണെന്നറിയോ? അപ്പോൾ ചേട്ടായിമാരെ ഫുള്ളായി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വയറൊക്കെ നിറഞ്ഞ് അടിപൊളിയായിരിക്കുകയാണ്. ഫുള്ളായിട്ട് അടിപൊളിയായി എൻജോയ് ഒക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട്. അമ്മച്ചേ വയ്യ. എന്താ വെച്ചാൽ ആളുകൾ എന്തോരമാണെന്ന് അറിയാം. കള്ളൊക്കെ കുടിച്ചിട്ടില്ലേ, കള്ളൊക്കെ കുടിച്ച് ആദ്യം എൻജോയ്, പാട്ടൊക്കെ വെച്ച് അടിപൊളി കിട്ടില്ല പരിപാടി. അപ്പോഴേക്കും ഒരുത്ത് അച്ഛനെ കുടിക്കാൻ തോന്നുന്നു. എനിക്ക് കുടിക്കാൻ തോന്നുകയാണെങ്കിൽ പണ്ടേ കുടിക്കാൻ തോന്നില്ലടാ ഏട്ടാ. ഈ 50 വയസ്സ് വരെ നമ്മൾ കുടിച്ചിട്ടില്ല, പിന്നെയാണ് പിന്നെ നാണമില്ലടാ എനിക്ക്. അപ്പോൾ അവരൊക്കെ എല്ലാവരും എൻജോയ് ചെയ്ത് കുടിക്കുന്നു, കളിക്കുന്നു, അങ്ങനെ ഒരു അടിപൊളി അവരവൻ്റെ രീതി. അപ്പം നമ്മളും ചെറിയ രീതിയിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ നിൽക്കുകയാണ്. പോകാനാകുമ്പോഴത്തേന്
അപ്പോൾ നമുക്ക് ഞാൻ ഒരു യാത്രയൊക്കെ ശരി പോവാം. വേലാട്ടാ ഞങ്ങൾ പോട്ടെ അവിടെ ഞങ്ങൾ ബൈക്കിൽ വന്നു. ഹലോ